ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മീൻ മുട്ട തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ഞാൻ മീൻ മുട്ട, ഇണറ്, പനഞ്ഞ് എന്നൊക്കെയാണ് ഇവിടെ അതിന് പറയുന്നത്. അപ്പം കേരയുടെ മീൻ മുട്ടയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യണം. ഇത് ഇച്ചിരി ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ്. അതിൻ്റെ പാടയൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാൻ. അപ്പം നമുക്കത് ക്ലീൻ ചെയ്യാം. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ് ഇത്. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഞങ്ങൾക്കൊക്കെ ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ടേ. അത് ഇങ്ങനെ മീൻ മുട്ട അങ്ങനെ കിട്ടാറില്ല. സ്റ്റോറിലൊക്കെ പോകുമ്പോൾ ലെക്കിന് കിട്ടിയെങ്കിലും ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫിഷ് മേടിക്കാൻ പോയപ്പോൾ അവിടെ മീൻ മുട്ട ലെക്കിന് കിട്ടി. അപ്പം തന്നെ അത് മേടിച്ചു. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് കൊടുക്കാനായിട്ട് വളരെ നല്ല സാധനമാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2 സവാള കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിയണേ. എന്നിട്ട് ആ സവാളയൊന്ന് വഴറ്റുന്നുണ്ട്. രാവിലെ വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് വന്നത്, എന്തോ ഒരു മൂഡൗട്ട്, അത് കാരണം വ്ളോഗ് എടുത്തില്ല. എന്നാൽ പിന്നെ ഈ മീൻ മുട്ട തോരൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വെച്ച് പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് വഴറ്റുന്നുണ്ട്. അപ്പോൾ ചാളയുടെയൊക്കെ ഇണർ എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഇപ്പോൾ വലിയ ഫിഷിൻ്റെയൊക്കെ കിട്ടാനാണ് പാടെ. അപ്പോൾ ഞാനത് കത്രി വെച്ചിട്ട് മുറിച്ച് നല്ല ക്ലീൻ ചെയ്ത് കത്രി വെച്ചിട്ടാണ് മുറിച്ചെടുത്തത്. കത്തി വെച്ചിട്ട് ഇച്ചിരി പാടാം. അപ്പോൾ കത്രി വെച്ചിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ആ മീൻ മുട്ടയ്ക്കകത്ത് നമ്മൾ കഴുകി വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ വെന്തോളും. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഈ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചുടച്ചൊന്ന് ചിക്കി കൊടുക്കണേ. അപ്പോൾ ഒന്നും കൂടെ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുത്താൽ മതി. ചിലപ്പോൾ ചിലതൊക്കെ കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ കുറച്ചേറെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ഒന്നും കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ടേ. ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതായിരിക്കും. എന്നാലും കഴിക്കാത്തവരും കാണും. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മീൻ മുട്ട മേടിച്ച് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. സൂപ്പറാണ്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്നതും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളുമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയാൻ പറ്റിയതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് വെന്ത് കഴിയുമ്പോഴത്തേക്കും തവിയൊക്കെ ഇട്ട് ഒന്നുകൂടെ ചിക്കി നല്ല പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.